ഇതിവിടെ ഞാൻ ക്യാപ്സിക്കത്തിൻ്റെ വിത്തുകൾ പാകി വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ പിടിച്ച ഒരു ക്യാപ്സിക്കം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചെടി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നണ്ട അതിപ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട്. അതിനകത്ത് 3 പിടിച്ചതിൽ 2 കൊഴിച്ചിട്ടതാണ് ആ കിളിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഞാനത് വിത്തിന് വേണ്ടിയിട്ട് തന്നെ നിർത്തിയിരിക്കുന്നതാണ്. കണ്ടോ? അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്കങ്ങോട്ട് നമ്മുടെ ഒരു ഗ്രോ ബാഗിനകത്തോട്ട് കൊഴിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് കണ്ട് നല്ല പാകമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പലതരത്തിലുള്ള മുളകുകളൊക്കെ നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിനകത്തോ ഒക്കെ നമ്മൾ നട്ടു പിടിപ്പിക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് വിഷമില്ലാത്ത മുളകൊക്കെ നമുക്ക് പറിച്ച് നമ്മുടെ കറികളിലൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിൻ്റെ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വിത്തുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വിത്തുകളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇതിപ്പോൾ ട്രീറ്റ് ചെയ്ത മണ്ണ് ഗ്രോ ബാഗിനകത്ത് നിറച്ച് വെച്ചിരുന്നതാണ്. ഇപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറേശ്ശെ മണ്ണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്വല്പം വെള്ളം അതിൻ്റെ മുകളിലോട്ട് തളിച്ചു കൊടുക്കാം. ഒരു 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ വിത്തുകളൊക്കെ ഇതേപോലെ നന്നായിട്ട് വളർന്നു വരും. അപ്പം നിങ്ങളും ഇതൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക.